പാലക്കാട് സ്കൂളുകൾ കേന്ദ്രീകരിച്ച രാസലഹരി വിൽപ്പന വ്യാപകമെന്ന ലഹരിയിൽ നിന്ന് മുക്തനായ ഒരു യുവാവിൻ്റെ തുറന്നു പറച്ചിൽ. ആദ്യം സൗജന്യമായി നൽകും, ലഹരിയിൽ നിന്ന് മുക്തി നേടാൻ ശ്രമിക്കുമ്പോൾ ഭീഷണി നേരിടേണ്ടി വരുന്നെന്നും വെളിപ്പെടുത്തൽ. ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ഡ്രഗ് നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ട് നിൽക്കുന്നുണ്ട്. കാരണം അത്രമാത്രം, കാരണം പണ്ടത്തെ കഞ്ചാവ് വലിച്ചിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ അടിഭാഗം ചെറിയ രീതിയിൽ ചോത്തിട്ടുണ്ടാവും. ഇതിന് പറയുന്ന MDMA പറയുന്ന ഡ്രഗ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പലപ്പോഴും കണ്ടെത്താൻ പോലും കഴിയില്ല. കാരണം ഈ പറയുന്ന MDMA-യിലും കഞ്ചാവിലും പല രീതിയിലുള്ള കെമിക്കൽ ചേർത്താണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നത്. അത് പല രീതിയിലുള്ള കെമിക്കൽ ചെറിയ കുട്ടികളിലേക്ക് ചെറിയ രൂപത്തിൽ എത്തിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്ത് ചെയ്യും, കുട്ടികൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇവരുടെ അടുത്തേക്ക് തേടി പോകും. അതിന് ചിലപ്പോൾ ഈ പറയുന്ന 300 രൂപയുടെ പാക്കറ്റിൽ രൂപത്തിലാവും, അതല്ലെങ്കിൽ മിഠായി രൂപത്തിലാവും. ലഹരി വലയിൽപ്പെട്ട കുട്ടികൾക്കായി സഹായം തേടി രക്ഷിതാക്കൾ നടത്തിയ ടെലിഫോൺ സംഭാഷണവും പുറത്തു വന്നു. നമ്മുടെ അന്യണ്ടാന്നല്ലോ, അവൻ കുറച്ച് ഉടായ്പിൽ പോയി ചാടിക്കണം. അപ്പോൾ പെരക്കാരൊക്കെ മലങ്ങിയിട്ട് സ്കൂൾക്കും പോകണില്ല, ഭയങ്കര പ്രശ്നമാണ്. പറഞ്ഞാലും കേൾക്കണില്ല. പൈസ എത്ര ചിലവാലും കുഴപ്പമില്ല, എവിടെയെങ്കിലും കൊണ്ടുപോയിട്ടൊന്ന് പറയിക്കാനോ അല്ലെങ്കിൽ കുറച്ച് ക്ലാസ് കൊടുത്തിട്ട് ഒന്ന് മാറ്റിയെടുക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവും. അത് ഇപ്പോൾ ചെറുതായിട്ടൊരു കഞ്ചാവൊക്കെ ചെറുതായിട്ട് തുടങ്ങിക്കൊണ്ടെന്നാണ് ഇപ്പോൾ ഞാൻ വേറെ ന്യൂസ് കേട്ടാ. സിഗരറ്റ് വാൻസും അതുപോലെ സ്കൂൾക്കും പോകണില്ല. കുറേ എനിക്ക് അത് എന്താ പറയുക, നമ്മൾ ഓൻ്റെ മെയിൻറ്റിൽ സ്കൂൾക്ക് പോകാനൊന്നും തോന്നണില്ല. അങ്ങനത്തെ ഒരു ഇതാണ്. പിന്നെ ഇപ്പാനൊക്കെ ഉമ്മയൊക്കെ കറണ്ടിട്ട് കുറേ വിളിക്കണം. ഞാനിപ്പോൾ 3 കൊല്ലമായിട്ട് ഗൾഫിൽ തന്നെയാണ്. ഞാൻ വന്നിട്ടില്ല. എനിക്ക് ഇവിടുന്ന് അങ്ങോട്ട് പെട്ടെന്ന് വരാനിപ്പോൾ കഴിയൂല. എന്താ അവസ്ഥ? എന്താ കുഴപ്പമൊന്നുമില്ല, സുഖല്ലേ? ഓക്കെ അല്ലേ? ടെൻഷൻ കേട്ടോ. എന്തേലും ഉണ്ടെങ്കിൽ വിളിക്കട്ടോ. എന്താവശ്യം എന്തേലും വിളിച്ചോളുണ്ട് കേട്ടോ. നമ്പറിൽ എന്റത് ഞാൻ വരും. വരുമ്പോ പുതിയ ആളായിട്ട് വന്നച്ച് സ്കൂൾ പോകണല്ലേ? പോകണല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ? സ്കൂൾ കുഴപ്പമൊന്നുമില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയട്ടോ, എന്നോട് പറയട്ടോ. ശരി 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 ശരി. 24 പ്രൈം ടൈം ബ്രേക്കിങ്ങുമായി ഐഷത്തുൽ ഷംന പാലക്കാട് നിന്ന് ചേരുന്നു. ഷംന, ശരിക്കും ഈ രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം നമ്മൾ കടുപ്പിച്ച് നടത്തുന്നു, സർക്കാർ നടത്തുന്നു, പല ആൾക്കാർ നടത്തുന്നു, രമേശ് ചെന്നിത്തല യാത്ര നടത്തുന്നു. എന്നിരുന്നാലും ആഴത്തിൽ വേരോടിയൊരു പ്രതിഭാസമായി ഇത് മാറുന്നു എന്ന് സംശയിക്കാൻ കാരണം പറയൂ. അതുതന്നെയാണ് സ്കൂളുകൾ കേന്ദ്രീകരിച്ച് പാലക്കാട് ജില്ലയിൽ വലിയ രീതിയിൽ ലഹരി വ്യാപനമുണ്ട്, ലഹരി വിൽപ്പനയുണ്ട് എന്ന ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ യുവാവിനെ തേടി പോകുന്നത്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ച് കുട്ടികൾക്ക് ആദ്യഘട്ടത്തിൽ മിഠായി രൂപത്തിലും അല്ലെങ്കിൽ കൊക്കക്കോള, പെപ്സി പോലുള്ള ചില പദാർത്ഥങ്ങളിൽ കലർത്തിയുമൊക്കെയാണ് ആദ്യഘട്ടത്തിൽ ഈ ലഹരി കൊടുക്കുന്നതും അതും ഫ്രീ ആയി കൊടുക്കുന്നു. പിന്നീട് കുട്ടികൾ അതിന് അടിമപ്പെട്ട് കഴിയുമ്പോഴാണ് കുട്ടികളിൽ നിന്നും പണം ആവശ്യപ്പെടുന്ന ഒരു ഘട്ടത്തിലേക്ക് വരുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഈ പണം കണ്ടെത്താൻ വേണ്ടി കുട്ടികൾ മറ്റ് പല വഴികളും തേടുന്നു, രക്ഷിതാക്കളെ വരെ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരെ പോകുന്നു എന്ന് കൂടി ഈ യുവാവ് വെളിപ്പെടുത്തുന്നുണ്ട്. ഒപ്പം തന്നെ സ്വന്തം സഹോദരൻ ലഹരിയിൽ വലയിൽ പെട്ടുപോയി, അതിൽ നിന്നും മുക്തി നേടാൻ സഹായിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പ്രവാസിയായ ഒരു സഹോദരൻ വിളിക്കുന്ന ഓഡിയോ കോൾ സംഭാഷണമാണ് നമ്മൾ നേരത്തെ കേട്ടത്. അതിനുശേഷം ഈ ലഹരി ഉപയോഗം തുടങ്ങിയ കുട്ടി തന്നെ, ഒരു 14 വയസ്സുകാരൻ തന്നെ സംസാരിക്കുന്ന ഒരു ഓഡിയോ നമ്മൾ കേട്ടു. അതായത് ലഹരിയിൽ നിന്നും മുക്തി നേടുമ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഈ നേരത്തെ ആദ്യഘട്ടത്തിൽ നമുക്ക് ലഹരി തന്ന ആളുകൾ, ഈ വിൽപ്പന നടത്തുന്നവർ, ഡീലർമാർ, ഇവർ പിന്നീട് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകുന്നുണ്ട്. അങ്ങനെ വളരെ ഗുരുതരമായി തന്നെ ഒരു പ്രശ്നമായി ഈ ലഹരി വ്യാപനം മാറുന്നു എന്നതാണ്. മറ്റൊന്ന്, പാലക്കാട് ജില്ലയിൽ നേരത്തെ തന്നെ ഈ രാത്രികാലങ്ങളിലുള്ള പരിശോധനയിലാണ് നേരത്തെ തന്നെ കൂടുതൽ ലഹരി കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചായി പാലക്കാട് ജില്ലയിൽ പോലീസ് 8 പോസ്റ്റുകൾ രാത്രിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നതാണ് സാഹചര്യം. നമ്മൾ അതിന്റെ ഈ ദൃശ്യങ്ങൾ സഹിതം എത്തിച്ചിട്ടുള്ളതുമാണ്. അതായത് ഈ രാത്രി 24 മണിക്കൂറും പ്രവർത്തിക്കണം എന്നത് നിയമമാണ്. ഈ പോലീസിന്റെ 8 പോസ്റ്റുകൾ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചുമൊക്കെ ഉണ്ട്. പക്ഷേ അവിടെയൊക്കെ രാത്രികാലങ്ങളിൽ ഒരു 8 മണി 9 മണി കഴിഞ്ഞാൽ പിന്നീട് 8 പോസ്റ്റുകൾ പ്രവർത്തിക്കുന്നില്ല, പൂർണ്ണമായും അടച്ചിട്ട നിലയിലാണ്. അവിടെ ഒരു പരിശോധനയും നടക്കുന്നില്ല എന്നാണ് സാഹചര്യം.
ഈ ലഹരി ഉൾപ്പെടെ നേരത്തെയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകളിൽ ബസ് സ്റ്റാൻഡുകൾ കേന്ദ്രീകരിച്ചും സ്കൂളുകൾ കേന്ദ്രീകരിച്ചുമാണ് കൂടുതൽ ലഹരി വിൽപ്പന നടക്കുന്നത്. പക്ഷെ അവിടെയൊന്നും കൃത്യമായ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന ഒരു ആക്ഷേപം കൂടി ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഈ ലഹരി വ്യാപനം നടക്കുന്നു. മറ്റൊന്ന്, ബാംഗ്ലൂരിൽ നിന്നടക്കം കുട്ടികൾ, ബാംഗ്ലൂരിലും മറ്റും പുറത്തു നിന്ന് പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ട്രെയിൻ ടിക്കറ്റ് ഉൾപ്പെടെ നാട്ടിലേക്ക് വരാനുള്ള ട്രെയിൻ ടിക്കറ്റ്, മറ്റ് ചെലവുകളൊക്കെ വഹിച്ചുകൊണ്ടാണ് ഈ ഡീലർമാർ ബാംഗ്ലൂരിൽ നിന്ന് കഞ്ചാവ് എത്തിക്കുന്നത് എന്നൊരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. എന്തായാലും പാലക്കാട് ജില്ലയിൽ ലഹരി വ്യാപനം കൂടുന്നു. മറ്റൊന്ന്, ഈ കഞ്ചാവ് പോലെ അല്ലെങ്കിൽ മദ്യം പോലെയോ ഉപയോഗിക്കുന്നത് കണ്ടെത്താൻ കഴിയുന്നില്ല. ഈ കുട്ടികളെ നേരിട്ട് കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നൊരു പ്രതിസന്ധി കൂടി വെല്ലുവിളിയായി നിൽക്കുന്നു. SKN. ഓക്കെ, ഐഷത്തുൽ ഷംനയാണ് പാലക്കാട് നിന്ന് ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.